റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. പാർക്കിംഗ് ഫീസ് സംബന്ധിച്ച് UK-യിൽ തന്നെ ആദ്യമായുള്ള വ്യത്യസ്തമായ തീരുമാനമെടുത്ത കാർഡിഫ് കൗൺസിൽ 2400 കിലോഗ്രാമിൽ ഭാരമുള്ള വാഹനങ്ങൾക്ക് അധിക പാർക്കിംഗ് ഫീസ് ഈടാക്കുവാനാണ് കൗൺസിൽ തീരുമാനിച്ചത്. ഇലക്ട്രിക് അല്ലാത്ത വാഹനങ്ങൾക്ക് ഈ പരിധി പിന്നീട് 2000 കിലോഗ്രാമായി കുറയ്ക്കുമെന്നും അധികൃതർ അറിയിച്ചു. വലിയ വാഹനങ്ങൾ കൂടുതൽ സ്ഥലം ഉപയോഗിക്കുന്നതിനാലാണ് ഇത്തരമൊരു നീക്കം സ്വീകരിച്ചതെന്ന് കൗൺസിൽ വിശദീകരിക്കുന്നു. റോഡുകളിലുടനീളം SUV-കളുടെ എണ്ണം വർദ്ധിക്കുന്നതും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. കഴിഞ്ഞ 30 വർഷത്തിനിടെ വലിയ വാഹനങ്ങളുടെ പങ്ക് 3% നിന്ന് 30% ഉയർന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. മലിനീകരണം, സ്ഥലം ഉപയോഗം പരിഗണിച്ച തീരുമാനം വലിയതും കൂടുതൽ മലിനീകരണം ഉണ്ടാക്കുന്നതുമായ വാഹനങ്ങൾക്ക് അധിക ഫീസ് ഈടാക്കുന്ന രീതി ആലോചിക്കേണ്ടതാണെന്ന് ക്ലീൻ സ്റ്റീസ് ക്യാമ്പയിൻ ഗ്രൂപ്പിന്റെ UK തലവൻ ഒലിവർ ലോട്ട്സ് അഭിപ്രായപ്പെട്ടു. യുദ്ധമേഖലകളിൽ ആരോഗ്യ പ്രവർത്തകർക്കും രോഗികൾക്കും നേരെയുള്ള ആക്രമണങ്ങൾക്ക് യുദ്ധ കുറ്റകൃത്യങ്ങളുമായി പരിഗണിച്ച് പ്രോസിക്യൂഷൻ നടപടി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ബ്രിട്ടീഷ് മെഡിക്കൽ രംഗത്തെ പ്രമുഖ സംഘടനകൾ മുന്നോട്ട് വന്നു. റോയൽ കോളേജ് ഓഫ് നഴ്സിംഗും ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനും ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകണമെന്ന് ബ്രിട്ടീഷ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 10 വർഷത്തിനിടെ സംഘർഷ മേഖലകളിൽ മരണമടഞ്ഞ ഹെൽത്ത് വർക്കർമാരുടെ എണ്ണം 5 ഇരട്ടിയായി വർദ്ധിച്ചതാണ് ഈ ആവശ്യം ശക്തമാകുവാൻ കാരണമായത്. 2016 175 ആരോഗ്യ പ്രവർത്തകർ മരണമടഞ്ഞപ്പോൾ 2024 ആ എണ്ണം 932 ഉയർന്നതായി RCNA-യുടെ ഇന്റർനാഷണൽ നഴ്സിംഗ് അക്കാദമി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ഇൻസെക്യൂരിറ്റി ഇൻസൈറ്റ്സ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കണക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ലണ്ടനിലെ റോയൽ മിന്റ് കോച്ച് മേഖലയിലുള്ള ചൈനയുടെ മെഗാ എംബസി പദ്ധതിയെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം വീണ്ടും മാറ്റിവെച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. UK-യിലെ ഹൌസിംഗ് സെക്രട്ടറി സ്റ്റീവ് റീഡ് ഒക്ടോബർ 21 തീരുമാനമെടുക്കേണ്ടതായിരുന്നു. എന്നാൽ ഇതിപ്പോൾ ഡിസംബർ 10 നീട്ടിയിരിക്കുകയാണെന്ന വാർത്തകളാണ് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പൂർത്തിയായാൽ 20,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഈ നിർദ്ദിഷ്ട എംബസി യൂറോപ്പിലെ ഏറ്റവും വലുതായിരിക്കും. 2018 ചൈന 255 മില്യൺ പൗണ്ട് ചെലവിട്ടാണ് ഈ സ്ഥലം വാങ്ങിയത്. എന്നാൽ സുരക്ഷാ ഭീഷണികളും ചാരപ്രവർത്തന ആശങ്കകളും കാരണം ഈ പദ്ധതി തുടക്കം തന്നെ വിവാദത്തിലായിരുന്നു. സുരക്ഷാ ഏജൻസികളും വിദേശകാര്യ മന്ത്രാലയവും ഇപ്പോഴും വിശദമായ അഭിപ്രായങ്ങൾ സമർപ്പിക്കാത്തതിനാലാണ് നടപടി വൈകുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ മൈലാപ്പൂരിലെ വസതിയിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന അജ്ഞാത ഇമെയിൽ സന്ദേശം ചെന്നൈയിൽ സുരക്ഷാ ഭീതി വരുത്തി. ഇന്നലെ രാത്രിയോടെ പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രദേശം വളഞ്ഞു. സമഗ്രമായ പരിശോധന നടത്തിയെങ്കിലും സ്ഫോടക വസ്തുക്കളൊന്നും കണ്ടെത്തിയില്ല. ഭീഷണി വ്യാജമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പിന്നീട് വിശദീകരിച്ചു. ഇന്നലെ വൈകിട്ട് സിറ്റി പോലീസ് സ്റ്റേഷനിലാണ് ഇമെയിൽ സന്ദേശം എത്തിയത്. ഫേസ് ഡിറ്റക്ഷൻ വഴിയുള്ള ആധാർ പരിശോധന കുറ്റമറ്റതാക്കുവാൻ സ്റ്റാർട്ടപ്പുകളിൽ നിന്നും ആധാർ അതോറിറ്റി സാങ്കേതിക വിദ്യ വഴിയുള്ള പരിഹാരങ്ങൾ തേടുന്നു. നിലവിൽ ഫിംഗർ പ്രിന്റ്, ഐറിസ്, OTP വഴിയാണ് ആധാർ പരിശോധന നടക്കുന്നത്. ഇനി മൊബൈൽ ക്യാമറയിൽ മുഖം കാണിച്ചും ആധാർ ഒതന്റിക്കേഷൻ നടത്താം. എന്നാൽ ക്യാമറയ്ക്ക് പിന്നിലുള്ള മുഖം യഥാർത്ഥമാണെന്ന് ഉറപ്പിക്കാനുള്ള സോഫ്റ്റ്വെയർ ടൂൾ വികസിപ്പിക്കുവാനാണ് ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫോട്ടോ, വീഡിയോ, മുഖംമൂടി, AI, ഡീപ് ഫേക്ക് തുടങ്ങിയ വഴിയുള്ള ക്രമക്കേട് തടയുകയാണ് ലക്ഷ്യം. ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി പിടിച്ചെടുത്ത നടൻ ദുൽഖർ സൽമാന്റെ കാർ ഉപാധികളോടെ കസ്റ്റംസ് വിട്ടുകൊടുത്തു. ദുൽഖറിന്റെ ഉടമസ്ഥതയിലുള്ള ലാൻഡ് റോവർ ഡിഫൻഡർ കാറാണ് കസ്റ്റംസ് ഡിവിഷൻ അഡീഷണൽ കമ്മീഷണർ വിട്ടു നൽകിയത്. ഭൂട്ടാനിൽ നിന്നും കടത്തിയെന്ന് സംശയിക്കുന്ന 43 വാഹനങ്ങൾ പിടികൂടിയതിൽ ദുൽഖറിന്റെ ഒരെണ്ണം ഉൾപ്പെടെ 4 വാഹനങ്ങളാണ് ഇനി കസ്റ്റംസിന്റെ പക്കലുള്ളത്. ഇനി കായിക വാർത്തകൾ. എന്നും പരിണാമത്തിന്റെ പാതയിലുള്ള കായിക മേഖലയാണ് ക്രിക്കറ്റ്. പുത്തൻ ആശയങ്ങൾ കൊണ്ട് എക്കാലവും നവീകരിക്കപ്പെടുന്നത് തന്നെയാണ് ക്രിക്കറ്റിനെ കൂടുതൽ ജനപ്രിയമാക്കിയത്. 5 നാൾ നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ നിന്ന് 50 ഓവറും പിന്നെ 20 ഓവറുമായി ചുരുങ്ങിയ ക്രിക്കറ്റിൽ ഇതാ പുതിയൊരു മുഖം കൂടി കടന്നു വരികയാണ്. 2020 ക്രിക്കറ്റും ടെസ്റ്റ് ക്രിക്കറ്റും ചേരുന്ന പുത്തൻ ഫോർമാറ്റിന്റെ പേര് ടെസ്റ്റ് 20 എന്നാണ്. സ്പോർട്സ് വ്യവസായി ഗൗരവ് ബഹിർവാനിയുടെ 116 നെറ്റ്വർക്കാണ് പുതിയ ആശയത്തിന് പിന്നിൽ. മാത്യു ഹൈഡൻ, AB ഡിവിലിയേഴ്സ്, ഹർഭജൻ സിംഗ്, സർ ക്ലൈവ് ലോയിസും എന്നിവരടങ്ങുന്ന ഉപദേശക സമിതിയും കമ്പനിക്കൊപ്പമുണ്ട്. 13-നും 19-നും ഇടയിൽ പ്രായമുള്ളവരെ ലക്ഷ്യമിട്ടാണ് പുതിയ ഫോർമാറ്റ് ഇവർ ഒരുക്കുന്നത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 118.23 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞ്. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.